നമുക്കിന്നേ മീൻ മുളകിട്ട് വെച്ചാലോ? ഈ മീനിൻ്റെ പേര് കൂരിവാള എന്നാണ്. അപ്പോൾ ഇതിന് ഓരോ സ്ഥലത്തും ഓരോ പേരുകളായിരിക്കും. നിങ്ങൾക്കറിയാവുന്ന പേരുകൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ചട്ടിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക. പിന്നെ ഉലുവ ചേർക്കുമ്പോൾ ഒട്ടും നമ്മൾ കരിഞ്ഞു പോകാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതിയാവും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക. അതും ഒരുപാട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയാവും. പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുന്നതിന് മുൻപ് തീ ഓഫ് ചെയ്യണം. കാരണം ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ചേർക്കുക. ഞാൻ ഇവിടെ മുളക് പൊടി 4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. എരിവ് കുറവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് അത്രയും ചേർക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഓരോരുത്തരും ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഞാൻ. പൊടികൾ ചേർത്ത് തന്നെ നമ്മൾ 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ പുളിവെള്ളം ചേർക്കണം. ഞാൻ ഇവിടെ ചൂടുവെള്ളത്തിൽ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് ഇതിലെ എണ്ണ ഒന്ന് തെളിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം, അതൊന്ന് എണ്ണ തെളിയട്ടെ. ഇതുപോലെ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചേർക്കരുത്, കാരണം മീനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 1.5 കപ്പ് 2 കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ വേണമെങ്കിൽ പിന്നീട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ച്. ഇതുപോലെ നല്ലോണം തിളച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് മീനുകൾ ചേർത്ത് കൊടുക്കാം. മീനിലിങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചട്ടി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ നമ്മൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഈ മീൻ. നമ്മൾ ശ്രദ്ധിക്കണം അത്. ഇത് അടച്ച് വെച്ചൊരു 3-4 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് മതിയാവും. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ വേപ്പില, ഇവിടെ വേപ്പില തീർന്നിരിക്കുമായിരുന്നു, അതുകൊണ്ട് 2-3 വേപ്പില ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് നേരമെങ്കിലും അടച്ചു വയ്ക്കണം. കഴിവതും 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഉപയോഗിച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്.